നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ഒരുക്കങ്ങൾ തുടങ്ങി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലയുടെ നിശാശില്പശാല കഴിമ്പ്രത്ത് സമാപിച്ചു. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി. തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടുകാലമായി തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തൃപ്രയാർ സെന്ററിലെ ചുമട്ടുതൊഴിലാളികൾ തുടരുന്നതാണ് തേവരുടെ മകീര്യം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 30 വർഷം മുൻപ് ചുമട്ടുതൊഴിലാളിയായ MT വാസുദേവൻ തുടങ്ങിവെച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ. ഇത്തവണയും ഇതിന് തടസ്സമൊന്നും ഉണ്ടായില്ല. ഈ മാസം 17-നാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട്. പടിഞ്ഞാറേക്കരയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രം വിളക്ക് ദിവസത്തെ ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി സേതുകുളം പരിസരത്തെ ശുചീകരണം തങ്ങളുടെ അവകാശമെന്നോണമാണ് തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും. ഓരോ വർഷവും 2 ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നതാണ് വലിയ കാര്യം. മകീര്യം പുറപ്പാടിലും ഉത്രം വിളക്ക് ദിനത്തിലെയും ആറാട്ടിന് സേതുകുളത്തെ മോടി പിടിപ്പിക്കുന്നത് ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികളാണ്. എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും. പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് മാറ്റും. CITU, INTUC, HMS യൂണിയനുകളിലെ 15 തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. CK ഉണ്ണികൃഷ്ണനും CD ഉണ്ണിമോനും PN മനോജും ഇവർക്ക് മുന്നിലായുണ്ട്. മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടിന് ചുമട്ടുതൊഴിലാളികൾ ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ്. തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ 42 തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ്. രാമംകുളം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ടുതൊഴിലാളികൾ വരവേൽക്കുക. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, സെക്രട്ടറി PS സിബി, സെക്രട്ടറി നിസാർ കോയപറമ്പിൽ, വൈസ് പ്രസിഡന്റ് M മൻസൂർ, വൈസ് പ്രസിഡന്റ് VS ജ്യോതികുമാർ എന്നിവരാണ് COAയുടെ പുതിയ ഭാരവാഹികൾ. വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് രൂപകളങ്ങളും കലാപരിപാടികളും നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, അഭിഷേകം, വിഷ്ണുമായയ്ക്ക് നവകലശാഭിഷേകം, ദൈവകളം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് മുത്തപ്പന്മാർക്ക് രൂപകളം, ദീപാരാധന, രാത്രി ഭഗവതി സേവ, അത്താഴപൂജ, കലാപരിപാടികൾ. തുടർന്ന് ഇടം ആർട്സ് അക്കാദമിയിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്യങ്ങൾ, വിഷ്ണുമായയ്ക്ക് രൂപകളം എന്നിവ നടന്നു. ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത്, പ്രസിഡന്റ് സന്തോഷ് VP, സെക്രട്ടറി ഹരീഷ് VH, ട്രഷറർ വിശ്വംഭരൻ, ബാബു വളവത്ത്, വേലായുധൻ, മോഹൻദാസ്, കനക ജ്യോതി എന്നിവർ നേതൃത്വം നൽകി.
വളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, ശീവേലി, ദേവിക്ക് രുദ്രാഭിഷേകം, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് പകൽപൂരം, ഗജവീരന്റെയും താളമേളവാദ്യം, കാവടിയാട്ടം എന്നിവയുടെ അകമ്പടിയോടുകൂടി ഷാജി മുകുന്ദന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, രാത്രി അത്താഴപൂജ, തായമ്പക, പുലർച്ചെ എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രസന്നൻ, മേൽശാന്തി മുത്തു എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് KR ആര്യമാവ്, രക്ഷാധികാരി KB പാർത്ഥൻ, സെക്രട്ടറി K സുരേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അങ്കണവാടിയിൽ വർക്കർ ഹെൽപ്പർ നിയമനം അട്ടിമറിക്കുന്ന CPIMന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സെലക്ഷൻ കമ്മിറ്റി യോഗ ഹാൾ ഉപരോധിച്ച് പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ. പ്രതിഷേധത്തെ തുടർന്ന് ഇന്റർവ്യൂ നടന്നില്ല. കാലങ്ങളായി അങ്കണവാടികളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ജീവനക്കാരെ വഞ്ചിക്കുന്ന നടപടിയാണ് CPIM ചെയ്യുന്നതെന്നും 1.5 വർഷം മുമ്പ് അങ്കണവാടി ജീവനക്കാരെ തെരഞ്ഞെടുക്കുവാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ച അംഗങ്ങളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രനെ മാറ്റി V കലയെ ഉൾപ്പെടുത്തിക്കൊണ്ട് CPIM നിയമനങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ മാത്രം ഈ സ്ഥാനങ്ങളിൽ കുത്തിനിറച്ച് രാഷ്ട്രീയവൽക്കരിക്കുവാനാണ് CPIM ശ്രമം. ഈ തീരുമാനത്തിൽ നിന്നും CPIM പിന്മാറി ഭരണസമിതി തീരുമാനം നടപ്പിലാക്കണമെന്നും ഇനിയും തുടർന്നാൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ പഞ്ചായത്ത് മെമ്പർമാർ അറിയിച്ചു. വലപ്പാട് ബീച്ച് ശ്രീ കാളി ചാത്തൻ മലങ്കുറത്തി പുളിയമ്പുള്ളി നമ്പൂതിരി സേവാമഠത്തിൽ ബ്രഹ്മവെള്ളാട്ടും തിറ മഹോത്സവവും ഭക്തിനിർഭരമായി. 3-ാം ദിവസമായ ഞായറാഴ്ച ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് ബ്രഹ്മവെള്ളാട്ട് തിറ മഹോത്സവം നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, അഭിഷേകം, വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, നാദസ്വരം, ചെണ്ടമേളം, ഉച്ചയ്ക്ക് ശക്തിപൂജ, പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, നടയ്ക്കൽ പറയെടുപ്പ്, രാത്രി തായമ്പക, തുടർന്ന് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കെഴുന്നള്ളിപ്പ് നടന്നു. ചെണ്ടമേളം, നാദസ്വരം, തിറയാട്ടം, കാവടിയാട്ടം, തിറ, പാനച്ചാട്ടം, രാമായണ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി നടന്ന പുറത്തേക്കെഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. തുടർന്ന് പുലർച്ചെ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് തിരുമുഖത്ത് കൽപ്പനയും നടന്നു. മഠാധിപതി KC സുനിൽ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സമാപന ദിവസം മലയോര ദേവതകൾക്ക് കളമെഴുത്ത് തോറ്റമ്പാട്ടും നടന്നു.
വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തെക്കൻ ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. വലപ്പാട് കോഴിശ്ശേരി ക്ഷേത്ര മൈതാനത്ത് നടന്ന യോഗത്തിൽ തെക്കൻ ശാഖയുടെ സെക്രട്ടറി അമൽ ടി പ്രേമൻ ആമുഖ പ്രസംഗം നടത്തി. തെക്കൻ ശാഖയുടെ പ്രസിഡന്റ് വിമൽ കോഴിശ്ശേരി അധ്യക്ഷനായി. യോഗത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ സുരാജ് ഇരിങ്ങത്തുരുത്തി, മധു പനയ്ക്കൽ, സതീശൻ കോഴിശ്ശേരി തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശാഖാ ട്രഷറർ ചന്ദ്രശേഖരൻ, ശാഖയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും തെക്കൻ ശാഖയിലെ മെമ്പർമാരും നാട്ടുകാരും പങ്കെടുത്തു. പകൽ കാവടി ശിവരാത്രി ദിവസം രാവിലെ 8 മണിക്ക് കോഴിശ്ശേരി അമ്പലത്തിൽ നിന്നും കാവടി അഭിഷേകം ചെയ്ത് പാരിസ് നഗറിൽ നിന്നും പുറപ്പെട്ട ഉച്ചയ്ക്ക് 1 മണിക്ക് ബ്രഹ്മതേജോമയ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ചാലക്കുടി കൈരളിയുടെ ബാൻഡ് സെറ്റും സാഗരിക കലാസമിതിയുടെ ശിങ്കാരി മേളവും തയ്യൂർ ബ്രദേഴ്സ് നയിക്കുന്ന തകിലും വടക്കുന്നാഥൻ കാവടി സംഘത്തിന്റെ ശിങ്കാരി കാവടികളും തപസ്യ ചൂണ്ടലിന്റെ പൂക്കാവടികളും കല്ലൂർ അപ്പൻ കാവടി സംഘത്തിന്റെ പീലിക്കാവടികളും അടക്കം 30ഓളം കാവടികൾ അണിനിരക്കുന്ന തെക്കൻ ശാഖയുടെ ശിവരാത്രി ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുവാൻ ഷാജിപ്പാപ്പാൻ പിള്ളേർ ടീം ടാബ്ലോയും അണിനിരക്കുന്നു. രാത്രി കാവടി 8 മണിക്ക് കളരിക്കൽ കറപ്പൻ വസതിയിൽ നിന്നും ആരംഭിച്ച് രാത്രി 1 മണിക്ക് ബ്രഹ്മതേജോമയം ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേരും. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലയിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പെരുമ്പടപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KSTAയുടെ 26 അധ്യാപകരാണ് ഈ വർഷം ഉപജില്ലയിൽ നിന്ന് വിരമിക്കുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിനോയ് ടി മോഹൻ ഉപഹാര സമർപ്പണം നടത്തി. MD ദിനകരൻ, സ്മിത കെ മേനോൻ, സുധിൻ KS, PB സജീവ്, KH സിന്ധു, TV വിനോദിനി, ശാരിക സജീവൻ, TN അജയകുമാർ, VM കരീം, B സജീവ്, CJ ബിന്നറ്റ്, P രമേശൻ, ഉപജില്ലാ സെക്രട്ടറി TV വിനോദ്, KJ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. ശ്രീനാരായണ ലൈബ്രറി വലപ്പാട് ബീച്ച് മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാൻ കവിതകളിലെ സമഭാവനകളും നവോത്ഥാന മൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിത്യകാരനും എഴുത്തുകാരനുമായ KR കിഷോറും നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാളം അധ്യാപിക ഡോക്ടർ ആര്യ വിശ്വനാഥും പ്രഭാഷണം നടത്തി. സെക്രട്ടറി ശ്യാം PK, SNASC പ്രസിഡന്റ് സുധി പൊക്കാഞ്ചേരി, KG ശേഖരൻ, സുന്ദരൻ തട്ടാരത്ത്, പ്രൊവിൻഡ്, സദു ഏങ്ങൂർ, TS മധുസൂദനൻ, ക്ലബ്ബ് ലൈബ്രറി വനിതാവേദി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അതായത് ധർമ്മിഷ്ഠരെന്ന് പ്രശംസിക്കപ്പെട്ട ഭരണാധികാരികൾ തന്നെ ധർമ്മത്തിന് വ്യതിയാനം വരുത്തിയാൽ ധർമ്മനാശം സംഭവിക്കും, പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ കൊള്ളാതാകും മനുഷ്യർക്ക്. കരയാമുട്ടം മഴവില്ല് റെസിഡൻസ് അസോസിയേഷനും വലപ്പാട് ഷൈനിങ് സ്റ്റാർ ലയൺസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലക്കാട് അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ കണ്ണ് പരിശോധനയും തിമിരരോഗ നിർണയ ക്യാമ്പും നടന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേരുടെ കണ്ണുകൾ പരിശോധിച്ച് ആവശ്യമായവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ സൗകര്യവും ചെയ്തു കൊടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ പണിക്കർ, സെക്രട്ടറി സാലിഷ് കുമാർ, ട്രഷറർ ജസ്റ്റിൻ രാജ്, ലയൺസ് ചാർട്ടർ പ്രസിഡന്റ് ചന്ദ്രൻ VP, ഷാജി, അസോസിയേഷൻ അംഗങ്ങളായ സുജീഷ്, ദുർഗ സുനിൽ, ഗീത വിശ്വനാഥൻ, ലത പ്രദീപ്, സന്ധ്യ സതീഷ്, രജനി രജിതൻ, LC എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബോട് ചേർന്നുള്ളൊരു ഐക്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിരവധി ഇടപെടൽ നടത്തി വരുന്ന മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ വലപ്പാട് ഷൈനിങ് സ്റ്റാറും കൂടി ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിരവധി പരിപാടികൾ ഇത്തരത്തിൽ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് നടത്തി വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ച അഹല്യ ഫൗണ്ടേഷനെയും ഈ ഇതിലേക്ക് വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിനായി ഈ ഐ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ
അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലയുടെ നിശാശില്പശാല കഴിമ്പ്രത്ത് സമാപിച്ചു. ഗ്രന്ഥകാരനും കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയുമായ പ്രഭാകരൻ പഴശ്ശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ശില്പശാല കോർഡിനേറ്റർ ചിദംബരൻ മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി. ജോൺ ജോഫിയും ഇക്ബാൽ കൊടുങ്ങല്ലൂരും ക്ലാസുകൾ നയിച്ചു. എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയുമായ MN വിനയകുമാർ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ റാണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് VD പ്രേംപ്രസാദ് മോഡറേറ്ററായിരുന്നു. ഇവരിവിടെ നാടുവാഴികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തി പാണ്ഡികശാലകൾ ഉണ്ടാക്കി. മാഹിയിൽ ഫ്രഞ്ചുകാരും കൊച്ചിയിൽ ഡച്ചുകാരും തലശ്ശേരിയിലും അഞ്ചുതെങ്കിലും ഇംഗ്ലീഷുകാരും പാണ്ഡികശാല ഉണ്ടാക്കി. ഈ സമയത്ത് ഡച്ചുകാര് കൂടുതൽ മേധാവിത്വത്തിന് ഇംഗ്ലീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ തിരുവിതാംകൂറിലെ ഭരണത്തിൽ ഇടപെടാൻ മാടമ്പികൾ, നായർ സമുദായത്തിലെ മാടമ്പികളായ ജമ്മികൾ, മാടമ്പികൾ എന്ന പേരുള്ളവര് കുറച്ച് തലപൊക്കി. ആ തലപൊക്കി രാജാവിനെ എതിർക്കുന്ന പരിപാടിയും ഇംഗ്ലീഷുകാരെ എതിർക്കുന്ന പരിപാടിയും ചെയ്തു. ആ പരിപാടിയുടെ പേരാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721. വേനൽക്കാലത്ത് ദാഹിച്ചു വലയുന്നവർക്കായി കുടിവെള്ളവുമായി JCI തൃപ്രയാർ. JCI തൃപ്രയാറിന്റെ മുൻ പ്രസിഡന്റായിരുന്ന സാനി ജോസഫിന്റെ റോയൽ ജ്വല്ലറിയുടെ മുൻവശത്താണ് തൃപ്രയാറിലെത്തുന്ന ജനങ്ങൾക്കായി 24 മണിക്കൂറും ശുദ്ധജലം ലഭ്യമാക്കുന്നത്. ചടങ്ങ് JCI ഇന്ത്യൻ സോൺ 20യുടെ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഞ്ജലി മനോജ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സലാഹുദ്ദീൻ, പാസ്റ്റ് പ്രസിഡന്റ് AA ആന്റണി, സാനി ജോസഫ്, രമേശ് റേ, ഡോക്ടർ പ്രത്യുഷ് പൊക്കാഞ്ചേരി, റോബിൻ CP, കുന്നത്ത് മനോജ്, പ്രോഗ്രാം ഡയറക്ടർ ഹരി ജയറാം എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ KSKTU നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ ബഹുജന സദസ്സ് നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. KSKTU നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത മുത്തുരാജ് അധ്യക്ഷത വഹിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, ഏരിയ സെക്രട്ടറി KS ഷെനിത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ജൂബി പ്രദീപ്, രോഷിണി പ്രശാന്ത്, MP ഉണ്ണിക്കണ്ണൻ, KK സന്തോഷ്, TV ശ്രീജിത്ത്, PV രാധാകൃഷ്ണൻ, KR ദാസൻ എന്നിവർ സംസാരിച്ചു. ആ രീതിയിൽ നമുക്ക് 57,400 കോടി രൂപ തരാണ്ട്. നേരത്തെ പറഞ്ഞ കുടിശ്ശികയുള്ള 4,000 കോടി രൂപ കുട്ടികൾ 61,000 കോടി രൂപ കേന്ദ്രത്തിലെ ഗവൺമെന്റ് തരാനുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സ് നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ശ്വാസം മുട്ടിക്കുന്നത്.
ഒരു പ്രതികാര നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ്. അത് ഈ രാജ്യത്തെ സാധാരണക്കാർ തിരിച്ചറിയണം എന്ന സന്ദേശം വൻതോതിൽ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റായിരുന്ന KK ദിവാകരന്റെ 33ാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണവും നടത്തി. രാവിലെ നടന്ന പുഷ്പാർച്ചനയിൽ ഷൈജു കൊട്ടുകൽ, ധനീഷ് മടത്തിപ്പറമ്പിൽ, സേവിൻ പള്ളത്ത്, KV അരുൺ ഗിരി, രശ്മി ഷിജോ, ഷൈൻ നെടിയിരിപ്പിൽ, NK ബീദിഹരൻ, പ്രദീപ് മുദ്രപ്പറമ്പിൽ, പ്രജീഷ്, അഖിൽ പുളിക്കൽ, MN സുരേഷ്, വാസുദേവൻ തെക്കിനെയടുത്ത്, സോമദത്തൻ, സന്ദീപ്, സുധീർദാസ് എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം ദിവാരേട്ടനെ സംബന്ധിച്ച്. ദിവാരേട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കാണുന്ന പോലുള്ള ഏറ്റുമുട്ടലുകളിലോ എതിരാളികൾക്ക് നേരെ അത്തരം സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നൊരു വ്യക്തിയല്ല. ഈ നാട്ടിലൊരു ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം, ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായി ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ദിവാകരേട്ടൻ ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ 45ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ 33 വർഷങ്ങൾക്ക് മുൻപ് ഒരു കാരണവുമില്ലാതെ ദിവാകരേട്ടനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒത്തുകൂടുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആ പ്രസ്ഥാനം ഇന്നും അതേ നിലപാടുകൾ തുടരുകയാണ്. അതാണ് ഇപ്പം ഇന്ന് സിദ്ധാർത്ഥ് പോലുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കണ്ടശാങ്കടവ് മാമ്പള്ളി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 12ാമത് വാർഷികവും എടത്ര വേലയും സംയുക്തമായി ആഘോഷിച്ചു. വേലയുടെ ഭാഗമായി ചിത്രകലാ സമിതി നയിച്ച ശിങ്കാരിമേളവും ഫ്യൂഷനും എടത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. പരിപാടികൾക്ക് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി ശരൺ ദാസ്, പ്രസിഡന്റ് ആഷിഖ്, ട്രഷറർ അമൽ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ അലിഫ് അക്കാദമിയുടെ മെഡിക്കൽ കോഡിംഗ് ബാച്ചുകളുടെ കോൺവക്കേഷൻ സെറിമണി MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബിരുദം നേടിയ 25ഓളം വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. പ്ലേസ്മെന്റ് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ലെറ്റർ MP കൈമാറി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷൗക്കത്ത് അലി, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, MD അൻവർ ഹുസൈൻ, ചെയർമാൻ മൻസൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വീകരിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞിടത്ത് കൈവയ്ക്ക് ഭൂരിപക്ഷം പേരും വാങ്ങാൻ കല്യാണം കഴിക്കാത്ത. നിങ്ങൾ നാളെ കെട്ടിയവൻ്റെ കൂടെ അവർ ജോലി നാട്ടിലെ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പുറത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രത്യേകിച്ചും ഗൾഫിലായിരിക്കുമല്ലോ നമ്മുടെ ആളുകൾ കൂടുതലുള്ളത്. അവിടെ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഒരു പ്രയോജനം ചെന്നാൽ മനസ്സിലാവും. ഏത് ഒരു മലയാളിയാണെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയുടെ ഒരുപാട് ഹോസ്പിറ്റലുകൾ UAE-യിലുണ്ട്. ആ ആസ്റ്റർ മെഡിസിൻ്റെ ഹോസ്പിറ്റലിൽ എല്ലാം ഇൻഷുറൻസ്, ഇൻ്റർനാഷണൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസുള്ള ഹോസ്പിറ്റലുകളാണ്. അവിടേക്ക് നിങ്ങൾക്ക് നാളെ പോയി അവിടെ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മെഡിക്കൽ കോഡ് പഠിച്ചവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് വരും. അതിൽ നിങ്ങൾ പോകാൻ വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് നന്നായി നിങ്ങളിതിനെ ഫോളോ അപ്പ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ജേർണലുകൾ ഒരുപാടുണ്ട്. എല്ലാം ഓൺലൈനിൽ കിട്ടും, അതേപോലെയല്ല. വെറുതെ പോയിട്ട് നമ്മൾ മൊബൈലിൽ ഈ വലത് കൈയിൻ്റെ ഈ ചൂണ്ടുകളിൽ നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. നല്ലതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ മെഡിക്കൽ കോഡ്
മെഡിക്കൽ കോഡിങ് പഠിച്ച നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറോ നിങ്ങളുടെ കയ്യിലെ മൊബൈലിലോ ഉള്ള ഇന്റർനെറ്റ് പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന് ഒരുക്കങ്ങൾ തുടങ്ങി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലയുടെ നിശാശില്പശാല കഴിമ്പ്രത്ത് സമാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.